ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി BS6 മോഡൽ വണ്ടിയാണ്. അതിനകത്ത് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വ്യത്യാസമായിട്ട് വന്നതാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് ഒരു സൗണ്ട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സെൽഫ് സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഒരുപാട് അമർത്തി പിടിച്ച് ഞെക്കിയാലാണ് വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ഈ 2 കംപ്ലയിൻ്റാണ് പറഞ്ഞേക്കണേ. ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ക്ലച്ചിൻ്റെ ഭാഗത്ത് സൗണ്ട്, സെൽഫിൻ്റെ കേസ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കയറ്റി അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് ആ സൗണ്ട് വരാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വേരിയൻറ്റ് ബോഡി, എൻ്റെ പോസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ വന്നിട്ടുണ്ട്. എത്ര ഷെയ്ക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മുഴക്ക സൗണ്ട് തന്നെ. അത് ആ പ്ലേ വന്നപ്പോൾ തന്നെ എൻ്റെ ഈ പീസസ് സ്ലൈഡ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് അടിച്ചടിച്ചത് പൊട്ടാറായ ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റോളറുകൾ സൈഡ് തിരിഞ്ഞ് തേമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് വെരി എമർജൻസി അല്ല, കാരണം ഇത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് ഏറ്റവും നല്ലത് മാറ്റിയിടണതാണ്. പക്ഷേ നമുക്കൊരു ഇതിന് എനിക്ക് ഏകദേശം ഒരു 400 രൂപ താഴെ നമുക്കിതിന് കോസ്റ്റ് വരുന്നുണ്ട്. ഈ 6 റോളർ സെറ്റ്. ഇത് കറക്റ്റായിട്ട് പീരിയോഡിക് സർവീസ് ചെയ്ത് പോകണ വണ്ടി, കറക്റ്റായിട്ട് ജനറലായിട്ട് സർവീസ് ചെയ്ത് പോകണ വണ്ടിയാണെങ്കിൽ ഇതിപ്പോൾ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഞാൻ സാധാരണ നമുക്ക് സർവീസ് വരാമെന്ന് പറഞ്ഞാൽ 4 മാസത്തിലൊരിക്കുക 120 ദിവസത്തിനുള്ളിലാണ് നമുക്ക് സർവീസ് വരാം. ഓരോ 120 ദിവസം കഴിയുമ്പോഴാണ് സർവീസ് വരാം. അങ്ങനെ ചെക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അഴിച്ച് നോക്കിയിട്ട് തേമാനം പൊട്ടാറായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി. ഞാൻ അതിനകത്ത് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എസ്റ്റിമേറ്റിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ കാരണം എന്ന് വെച്ചാൽ അത് കറക്റ്റ് സർവീസിൽ നമ്മൾ ചെയ്തു പോയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും സംഭവം. കാരണം ഇതിപ്പോൾ ഓൾറെഡി തേമാനം സൈഡ് തിരിഞ്ഞ് തേഞ്ഞാണ്. ഈ സൈഡൊക്കെ ടേപ്പറായിട്ട് തേഞ്ഞേക്കതുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ പ്ലാസ്റ്റിക് കവർ കട്ടായി കഴിഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങാണ്. അതിൻ്റെ ഉള്ളിൽ മെറ്റലിൻ്റെ ഒരു ബുഷാണ് കിടക്കുന്നത്. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീലുകൾ മൊത്തം പോകും. ഈ ഇടുന്ന വീലെല്ലാം ഡാമേജിലേക്ക് വരും. അപ്പോൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് മാറ്റി ചെയ്യലും കുഴപ്പമില്ല, കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി അതല്ലെങ്കിൽ കറക്റ്റ് ഓർഡർ ബേസിൽ ചെയ്ത് പോകുന്ന വണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നഷ്ടം നോക്കരുത്. ഇത് കൈയോടെ മാറ്റി കളഞ്ഞോണം കേട്ടോ. ഏകദേശം ഒരു 400 താഴെ നമുക്കിതിന് കോസ്റ്റ് വരാം. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലച്ച് ഷൂ എൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഗ്രീസിൻ്റെ അംശം വന്നിട്ടുണ്ട്. അതായത് ഗ്രീസിങ് ഓവറായിട്ട് ഗ്രീസിങ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രീസ് ഇങ്ങനെ മൊത്തത്തിൽ ഉരുകി ഡ്രമ്മിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കിക്കറിൻ്റെ ഉള്ളിൽ ഇതിവിടെയൊക്കെ വന്ന് കിടന്നുണ്ട്. ശരിക്കും അത് ഓയിൽ ലീക്ക് ആയക്കണമല്ല, ഇത് ഗ്രീസാണ് ശരിക്കും കേട്ടോ. അതൊരു മിനിമം ഗ്രീസാണ് ഇടാൻ പാടുള്ളൂ. തന്നെയല്ല അതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്രീസ്, ക്ലച്ച് പുള്ളിയുടെ ഗ്രീസ് മൾട്ടിപ്പർപ്പസ് ഗ്രീസല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഗ്രീസ് ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഒരു ആ കറക്റ്റ് ഹീറ്റ് വന്നാലും അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. മൾട്ടിപ്പർപ്പസ് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാവണ സമയത്ത് ഉരുകി ഓയിൽ പോലെ ആവുന്നത്. അതാണ് അപ്പോൾ ശരിക്കും സാധാരണ ഗ്രീസ് ഉപയോഗിച്ചാണ്, അതുകൊണ്ട് പറ്റിയാണ് കേസാണത്. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് അതേപോലെ തന്നെ റീസെറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഗ്രീസിൻ്റെ ഒക്കെ അംശം ഇതുണ്ടോ, ഇതേപോലെ അത്രയും കട്ടിയിൽ ഗ്രീസ് വന്നിരിക്കുക. ഇത് ചൂടാകുമ്പോൾ പതുക്കെ ഉരുകി ഡ്രമ്മിലേക്കും കാര്യങ്ങളിലേക്ക് വരും. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്ത് നമ്മൾ കമ്പനി ഗ്രീസ് ആ ഗ്രീസിങ്ങിലേക്ക് ആക്കിയിടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനും അത്ര പെർഫെക്റ്റ് അല്ല. ഇത് ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഇവിടെ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അത് നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റി കളയാം. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നിൽക്കുക. അത് നമുക്കെന്ന് വെച്ചാൽ ഈ പുള്ളിയൊക്കെ കറക്റ്റായിട്ടല്ല വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബെൽറ്റിനെ ബാധിക്കും. ബെൽറ്റ് കാഴ്ചയിൽ വലിയ പഴക്കം തോന്നണമെന്നില്ല, കമ്പനി ബെൽറ്റൊക്കെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ ഈ പുള്ളി നമ്മൾ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള ഒരു തേമാന കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ബെൽറ്റിൻ്റെ ലൈഫിനൊക്കെ ബാധിക്കും. ഇപ്പം നിലവിൽ പൊട്ടിയിരിക്കുകയാണ്. മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. അതല്ലെങ്കിൽ നമുക്കിനി ബെൽറ്റ് പൊട്ടിയ കംപ്ലയിൻറ്റും പറഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്ക് കയറ്റി വീണ്ടും പൈസ മുടക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വേണ്ടുള്ളൂ. ബാക്കിയത് എന്തായാലും നമുക്ക് ഇത് അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലേബർ ഉണ്ട്. ആ ലേബർ ചാർജിൽ ഇപ്പോൾ ബെൽറ്റും കൂടി മുടക്കി ബെൽറ്റിൻ്റെ പൈസ കൂടി മുടക്കി അതാണ് കഴിഞ്ഞ് നോക്കുള്ളൂ. പിന്നെയുള്ളത് സെൽഫിൻ്റെ സ്വിച്ചാണ്. അത് നമുക്ക് വേറെ അഡ്ജസ്റ്റിങ് ചെയ്യൽ നടക്കൊന്നുമില്ല, നമുക്ക് മാറ്റി പുതിയതിടാനേ പറ്റുള്ളൂ. അത് പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൂബ്രിക്കേറ്റൊക്കെ ചെയ്ത് നോക്കാമെന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അത്ര ഇതല്ല, അത്യാവശ്യം പഴക്കമുണ്ട്. പിന്നെ ഓവറായിട്ട് ലോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനേക്കാളും നമുക്കിപ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും അത് ക്ലിയർ ആയിട്ട് നിൽക്കില്ല. മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതടക്കം ചെയ്യുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ.